ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ കോയമ്പത്തൂരുള്ള നമ്മുടെ ആദിയോഗിയുടെ ശിവ ടെമ്പിൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണാം ആദിയോഗിയുടെ ശിവൻ്റെ ആ ഒരു വലിയ സ്റ്റാച്യു. ഇത് കാണാനായിട്ടായിരുന്നു കുറേ നാളുകൂടി നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നത്. കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആദിയോഗിയുടെ, അതായത് ഇങ്ങോട്ട് നമുക്ക് ഈ കോയമ്പത്തൂരിലേക്ക്, ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇത് കാണാൻ വേണ്ടി എത്താനുള്ള ട്രെയിനിൻ്റെ കാര്യങ്ങളും, നമ്മൾ കൊല്ലത്തു നിന്നാണ് ട്രെയിനിൽ വന്നത്, അതിൻ്റെ കാര്യങ്ങളും, അതുപോലെ റൂം, താമസം, ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടോ. നമ്മുടെ എല്ലാ യാത്രയും തുടങ്ങുന്നത് പോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ യാത്രയും തുടങ്ങുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7:51 പുറപ്പെട്ട് വൈകുന്നേരം 3:52 കോയമ്പത്തൂരിലെത്തുന്ന ശബരി എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ എല്ലാ യാത്രയിലും പറയുന്ന പോലെ കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ പ്ലാൻ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ശബരി എക്സ്പ്രസ്സിലെ നമ്മുടെ ഇന്നത്തെ യാത്ര ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. ഒരാൾക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നതിന് ടിക്കറ്റ് നിരക്കായത് 132 രൂപയാണ്. അതുപോലെ സ്ലീപ്പർ ടിക്കറ്റ് ആണെങ്കിൽ 235 രൂപയാണ്. ബാക്കി ടിക്കറ്റ് നിരക്കുകളൊക്കെ നമുക്ക് ഈ കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ കൊല്ലത്ത് നിന്ന് നിരവധി ട്രെയിനുകൾ കോയമ്പത്തൂരിലേക്ക് ഡെയിലി ഓടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ അതിമനോഹര കാഴ്ചകളൊക്കെ കണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3:52 പറഞ്ഞെങ്കിലും കൃത്യം 4 മണിക്കാണ് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത്. ട്രെയിനിൽ നിന്നിറങ്ങി നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയപ്പോൾ നമുക്കിത് ഇങ്ങനൊരു കാഴ്ച കാണാം. പഴയൊരു നമ്മുടെ കൽക്കരി ട്രെയിനിൻ്റെ ഒരു എഞ്ചിൻ ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കാഴ്ച. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് വണ്ടി വേണോ ടാക്സി വേണോ എന്ന് ചോദിച്ചു വരും. നമ്മൾ വണ്ടിയും ടാക്സിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മൾ ട്രെയിനകത്തുനിന്ന് അധികം അങ്ങനെ ഫുഡൊന്നും എടുത്തില്ല. നമ്മൾ നേരെ വന്ന് ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇഷാ യോഗ സെൻറ്ററിലേക്ക് പോകാം, അതായത് ആദിയോഗിയുടെ ശിവൻ്റെ ആ സ്റ്റാച്യു കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എത്താമെന്നുള്ളതാണ്. നമ്മുടെ ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് തന്നെ ബസ് അവൈലബിൾ ആണ്. 14D എന്ന നമ്പറുള്ള ബസ്സിൽ കയറി നമുക്ക് ഇഷാ യോഗ സെൻറ്ററിലേക്ക് പോകാം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഗാന്ധിപുരം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലെത്താം. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഇരുന്ന് വരാൻ പറ്റും, സീറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ തന്നെ നിരവധി ഓട്ടോ ഡ്രൈവേഴ്സ് വന്ന് നമ്മുടെ അടുത്ത് പറയും ഷെയർ ഇട്ട് പോകാം, ഒരാൾക്ക് 150 രൂപയെന്ന്. ശരിക്കും അങ്ങനെ പോകേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ബസ്സിൽ വരുമ്പം ഒരാൾക്ക് 39 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ആയത്. ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നിന്നാണ് വന്നത്. അപ്പം സമയമുള്ളവർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ പോയി തന്നെ ബസ് കയറാൻ നോക്കുക. ഏകദേശം 1 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ. നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നിടത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പ്രവേശന കവാടം കാണാം. ഇതാണ് നമ്മുടെ ഇഷാ യോഗ സെൻറ്ററിനുള്ളിലേക്കുള്ളൊരു പ്രവേശന കവാടം. അതിനുശേഷം അതിൻ്റെ നേരെ എതിർവശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാം. ഇതാണ് നമ്മുടെ ആദിയോഗിയുടെ ശിവൻ്റെ ആ വലിയ സ്റ്റാച്യു കാണാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് കാളവണ്ടികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ആദിയോഗിയുടെ ശിവൻ്റെ ആ വലിയ സ്റ്റാച്യു കാണാനായിട്ട് നമുക്ക് പോകുന്നതിന് വേണ്ടി കാളവണ്ടിക്ക് അവർ 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാതെ വൈകുന്നേരമാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ലൈറ്റ് നല്ല രീതിക്ക് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നടന്ന് ഈ ആദിയോഗിയുടെ ശിവൻ്റെ സ്റ്റാച്യു കാണുന്നതിന് വേണ്ടി തൊട്ടടുത്തേക്ക് എത്തി കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്ന് വരാനുള്ള ദൂരമുണ്ട്. എന്നാലും നമുക്ക് വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. நமஸ்காரம். ஆதியோகி திவ்ய தரிசனம் இன்னும் கொஞ்ச நேரத்தில் ஆரம்பிக்க இருக்கு. எல்லாரும் சீட்டில் ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇവിടുത്തെ ലൈറ്റ് ഷോ. അപ്പോൾ ആ ലൈറ്റ് ഷോയുടെ ഒരു അനൗൺസ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ലൈറ്റ് ഷോ ആരംഭിക്കുന്നതായിരിക്കുമെന്ന്. എല്ലാ ദിവസവും വൈകുന്നേരം കൃത്യം 7 മണിക്കാണ് ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7:15 7:15 നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഷോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം.
അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ലൈറ്റ് ഷോ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷയിലും അതിമനോഹരമായൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്നൊരു കാരണവശാലും ഈ ഒരു ലൈറ്റ് ഷോ മിസ്സാക്കരുത്, കണ്ടിട്ട് തന്നെ പോവുക. ഈ ലൈറ്റ് ഷോയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അതിനായിട്ട് പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അത് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ റൂം എടുത്ത് ഇന്നിവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ലോക്കലി അന്വേഷിച്ചപ്പോൾ നമ്മൾ കയറി വന്നത് ബാക്ക് സൈഡിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ റൂമൊക്കെ അവൈലബിൾ ആണെന്ന് ഇവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതാണ് ശരിക്കും ഇഷയുടെ എൻട്രൻസ്, അതായത് മെയിൻ എൻട്രൻസ്. ഇതുവഴി പോകുമ്പോഴാണ് നമ്മുടെ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ വലിയൊരു രൂപം നമുക്ക് മുമ്പിൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ശരിക്കും ബാക്ക് സൈഡിലൂടെയാണ് വന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണെങ്കിൽ ചെറിയ കടകളൊക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയെങ്കിലും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും കുറച്ച് നേരം വൈകിയതുകൊണ്ടും നമ്മൾ ഒരുപാട് നേരം നിന്നില്ല. നമ്മളൊരു ഓട്ടോ പിടിച്ച് തൊട്ടടുത്ത് റൂമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ഒരു റൂമുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ഇരുട്ടുപാലം എന്നാണ്. നമ്മുടെ ഇഷായോഗ സെൻറ്ററിൻ്റെ അവിടുന്ന് 5 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓട്ടോ ഡ്രൈവർ നമുക്കൊരു റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പുതിയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് 2 പേർക്ക് താമസിക്കാൻ ഈ റൂം തന്നെ ധാരാളം. ഒരുപാട് വലിയ റൂം അല്ലെങ്കിലും ആദ്യം ഞങ്ങളൊരു വലിയ റൂം കാണിച്ചു, അതിന് ശേഷമാണ് ചെറിയ റൂം കാണിച്ചത്. അപ്പോൾ റേറ്റിൻ്റെ വ്യത്യാസമുള്ളത് തന്നെ നമ്മൾ ഈ റൂം മതി എന്ന് പറഞ്ഞു. ബാത്റൂം ആയാലും എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം 8 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിപ്പം റെസ്റ്റ് എടുക്കുക, ഫ്രഷായി റെസ്റ്റ് എടുക്കുക. രാവിലെ നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിച്ച് ആദിയോഗി കാണാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ റൂം മതി. അപ്പോൾ അതേ ഹൈവേ സൈഡിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. സേഫ്റ്റിക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല റൂമായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എല്ലാം കൊണ്ടും നല്ല റൂം. റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1500, 2000, 2500 അങ്ങനെ പല റേറ്റിൽ റൂമുണ്ട്. ഓഫ് സീസൺ അനുസരിച്ച് നമ്മൾ വരുന്ന ടൈം അനുസരിച്ചും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്കിത് ബുക്ക് ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ അയച്ചു തരും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് 1500, 2000 എന്നൊക്കെ പറഞ്ഞ് വിളിക്കേണ്ട. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിൻ്റെ കാര്യം പറയാൻ നിൽക്കേണ്ട. വീഡിയോ കണ്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് സ്പെഷ്യൽ റേറ്റൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് ഈ പ്രൈസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കത്തില്ല. ഓഫ് സീസൺ അനുസരിച്ചും നമ്മൾ വരുന്ന ടൈം അനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ട് വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ടും വരാൻ പറ്റും. ഞങ്ങൾ ശരിക്കും ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നമ്മുടെ ഇഷായോഗ സെൻറ്ററിനകത്തുള്ള റൂംസാണ് നോക്കിയത്. പക്ഷേ അതൊരു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് റൂം എടുത്തത്. ഇവിടെ പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് കുറച്ചധികം പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8-9 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് വലിയ 2 കിങ് സൈസ് ബെഡുള്ള വലിയ റൂംസും അവൈലബിൾ ആണ്. അവർക്ക് ഇതേ ഒരു വാഷ്റൂം ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും മറ്റേ റൂമിൽ കണ്ടതുപോലെ തന്നെ ഇതിനകത്തും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല വലിയ റൂമും ബാത്റൂമും ഒക്കെയാണ്, ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ 2 കിങ് സൈസ് ബെഡാണ് ഇതിനകത്തുള്ളത്. അതുപോലെ നമുക്കിവിടെ താമസിക്കുന്നവർക്ക് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ മെനു കാർഡ് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന് അവർ ഫുഡ് സെർവ് ചെയ്യും. അതുപോലെ നമ്മൾ രാത്രി ആയതുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് വന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എപ്പോഴും ബസ് അവൈലബിൾ ആണ് ഇഷായോഗ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നും. അതുപോലെ ഈ ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും ബസ് അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും ഈ കാണുന്നതാണ് ഇരുട്ടുപാലം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ. ഈ കാണുന്ന ആര്യാസ് എന്ന് പറഞ്ഞ ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് നോക്കിയായിരുന്നു, റൂം കിട്ടിയില്ല. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഈ ആര്യാസ് ഹോട്ടൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തത്. ഇവിടെ വന്നിട്ട് നമുക്ക് വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ദോശ, വട സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നമ്മൾ കഴിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ജംഗ്ഷൻ ഇരുട്ടുപാലം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് നേരെ ഇഷായോഗ സെൻറ്ററിലേക്ക് ബസ് കിട്ടുന്നത്. ഇവിടെ നോക്കിയാൽ 7 കിലോമീറ്റർ എന്ന് വെച്ചിരിക്കുന്നതാണ് ബോർഡ്. പൂണ്ടി നമ്മൾ മറ്റേ കൊടൈക്കനാൽ പൂണ്ടിയുടെ ബോർഡല്ല കണ്ടത്. അതുകൊണ്ട് ആരും ഇവിടെ വന്നിട്ട് പൂണ്ടിക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ബസ് കയറി പോകാൻ നിൽക്കേണ്ട കേട്ടോ, അത് വേറെ പൂണ്ടിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 14D എന്ന് പറഞ്ഞ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 14D എന്ന് പറഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ബസ്സാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബസ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ മാക്സിമം നമുക്ക് ഇവിടുന്ന് നേരെ ഇഷായോഗ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്താം. 38 രൂപയാണ് 2 പേർക്ക് ടിക്കറ്റ് ചാർജ് വന്നത് കേട്ടോ. ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബസ് കയറാൻ നിൽക്കുന്ന എല്ലായിടത്തും ഓട്ടോക്കാർ വരും. എന്നിട്ട് പറയും ഇവിടുന്ന് ബസ്സില്ല, നല്ല ടൈം എടുക്കും, അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയിൽ പോകാമെന്ന് പറയും. അതൊക്കെ വെറുതെയാണ്, ബസ്സൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ബസ്സിലിരുന്ന് പോകുമ്പോൾ ഏകദേശം അടുത്തെത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ആ ആദിയോഗിയുടെ ശിവൻ്റെ വലിയ സ്റ്റാച്ചുവിൻ്റെ മേൽഭാഗം നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് ബസ് നേരെ ഈ ഒരു ഗ്രൗണ്ടിനകത്തേക്ക് കയറി ഒന്ന് പാർക്കിംഗ് ഏരിയയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 14D ആണ് ബസ്സിൻ്റെ നമ്പർ, അതാരും മറക്കണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ നമ്മളെ പുറത്തായിരുന്നു ഡ്രോപ്പ് ചെയ്ത്, രാത്രി ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ശിവൻ്റെ ഒരു അടിപൊളി ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ അഞ്ചക്കാർക്കറിയാം, നമ്മുടെ അഗസ്ത്യക്കൂടെ അമ്പലത്തിൽ കാണുന്ന പോലെ ഉണ്ട്. അങ്ങനെ നമ്മളിത് ഇവിടെ വന്നിട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദിയോഗിയുടെ സ്റ്റാച്ചു അല്ല. ആദ്യം നമ്മൾ കയറാൻ പോകുന്നത്
നമ്മുടെ ഇഷ യോഗ സെൻറ്ററിൻ്റെ അകത്തേക്കാണ്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മൊബൈൽ ഫോൺ, ക്യാമറ, ബാഗ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലോക്കർ റൂം അവൈലബിൾ ആണ്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ ലഗേജ് സ്കാനിങ് കൗണ്ടറുണ്ട്. ഇവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ട് തൊട്ടടുത്ത് ഡെപ്പോസിറ്റ് കൗണ്ടർ ലെഫ്റ്റ് സൈഡിൽ കാണാം. അവിടെ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ചെറിയൊരു ടോക്കൺ പോലെ സാധനം തരും. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ലൈറ്റ് ഷോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇഷ യോഗ സെൻറ്ററിനകത്തെ കാഴ്ചകൾ. അത് ഒരു കാരണവശാലും നമുക്ക് ഇവിടെ വരുന്നവർ മിസ്സാക്കരുത് കേട്ടോ. യോഗ സെൻറ്ററിനകത്ത് കാണാനുള്ള കാഴ്ചകൾ ഒരു താമരക്കുളമുണ്ട്, അതുപോലെ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന 2 സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമുക്കൊരു യോഗ ഒരു 10-15 മിനിറ്റോളം ഒരു യോഗ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 2 ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് താഴികക്കുടമുണ്ട്. അതിനകത്തൊരു ശിവലിംഗം, അതിനകത്ത് നമുക്ക് ധ്യാനിക്കാനിരിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് പറയാം. മൊബൈൽ പാവപ്പെട്ടവരാന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞു? നീ പറഞ്ഞില്ലേ മൊബൈലില്ലെന്ന്? ഇതൊന്നുമില്ല, നമ്മൾ വന്നിട്ട് ബാഗൊക്കെ വെച്ചതിന് ശേഷം യോഗ സെൻറ്ററിൻ്റെ അകം കയറി കണ്ടിട്ട് തിരിച്ചിറങ്ങി പെട്ടെന്ന് തന്നെ ബാഗ് തിരിച്ചെടുത്തു, മൊബൈൽ ഫോണും തിരിച്ചെടുത്തു. പിന്നാണ് ഓർത്തത് നമ്മുടെ ആദിയോഗി സ്റ്റാച്ചു കാണാൻ ഒന്നുകൂടെ പോകുന്നുണ്ട്, അപ്പോൾ ഈ ബാഗ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, തിരിച്ച് വീണ്ടും വെക്കാമെന്ന് കരുതി ചെന്നപ്പോഴത്തേക്ക് അവർ പറയും മൊബൈൽ ഇല്ലെങ്കിൽ അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ ടെക്നിക്കൊക്കെ, അങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റില്ലെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ബാഗ് ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നൊരു മൊബൈൽ ഫോൺ, ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണും കൂടെ ചേർത്ത് ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെക്കാൻ പറ്റിയേക്കാം. നമ്മളങ്ങനെ വീണ്ടും കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോയ പോലെ ആദിയോഗിയുടെ ഒരു സ്റ്റാച്ചു കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു, നമുക്ക് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് രാവിലത്തെ കാഴ്ചകളൊക്കെ പുതുമയുള്ള കാഴ്ചകളാണ്. നമുക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഇതേ കാളകളെല്ലാം ഇവിടെ കൊണ്ടുവന്നൊരു പുൽമൈതാനത്ത് മേയാൻ വേണ്ടി കെട്ടിയേക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഇഷ യോഗ സെൻറ്ററിന് അകത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനോ ക്യാമറ കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല എന്ന്. അപ്പം നമുക്ക് ഈ പോകുന്ന വഴിക്ക് അതിനകത്തെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകാം. ആദ്യം തന്നെ പറയാം, ഇഷ യോഗ സെൻറ്ററിന് ഇഷ എന്ന് പേര് വരാനുള്ള കാരണം ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ശിവനെ വിശേഷിപ്പിക്കാനായി ഈശ എന്ന പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഈശ എന്ന പേരിന് സംരക്ഷിക്കുന്നവനെന്നോ അല്ലെങ്കിൽ ദേവത, ഭരണാധികാരി, ജീവൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അതിനുശേഷം ഇഷ യോഗ സെൻറ്ററിന് അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട 2 കുളങ്ങളാണ് ചന്ദ്രകുണ്ടും സൂര്യകുണ്ടും. അതിൽ സൂര്യകുണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയും ചന്ദ്രകുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആദ്യം തന്നെ പറയാൻ കാരണം ഈ സൂര്യകുണ്ടിലും ചന്ദ്രകുണ്ടിലും മുങ്ങി കുളിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിവിടെ വരുന്ന പലർക്കും അറിയണം എന്നില്ല. നമ്മളിവിടെ വന്നപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ഒരാൾ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം പോയി സൂര്യകുണ്ടിൽ മുങ്ങി കുളിച്ചതിന് ശേഷം അകത്തേക്ക് കയറാൻ പോയത് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ധ്യാനലിംഗം. 2,50,000 ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച താഴികക്കുടത്തിനുള്ളിലാണ് നമ്മുടെ ഈ ധ്യാനലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 700 ടൺ ഭാരമുള്ള ഈ താഴികക്കുടത്തിന് 33 അടി ഉയരവും 76 അടി വ്യാസമാണ് ഉള്ളത് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു താഴികക്കുടത്തിന്, അതായത് നമ്മൾ ഈ പില്ലറൊക്കെ വാർത്ത് ഒരു താങ്ങ് കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പരിപാടി പോലും ഇതിനകത്ത് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ധ്യാനലിംഗം കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് സൂര്യകുണ്ടിൽ മുങ്ങി കുളിച്ചതിന് ശേഷം മാത്രമേ പോകാവെന്ന് പറയുന്നതിൻ്റെ കാരണം ധ്യാനലിംഗത്തിൻ്റെ ഊർജ്ജത്തോടുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സൂര്യകുണ്ടിലും ചന്ദ്രകുണ്ടിലും മുങ്ങുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകുന്നതിനും അതുപോലെ ഒരുപാട് രോഗശാന്തിക്കും അത് പറയാൻ കാരണം നമ്മുടെ ഈ ഒരു വെള്ളം ഒരുപാട് മിനറൽസ് ചേർന്ന വെള്ളമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ രോഗശാന്തിക്കും നല്ലതാണെന്നൊക്കെയാണ് വിശ്വാസം. അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ ശാസ്ത്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടരുവികളിലൊക്കെ കുളിക്കുന്നത് ഔഷധ ഗുണമേറിയ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി ലഭിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതും ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ ചന്ദ്രകുണ്ടിലും സൂര്യകുണ്ടിലും കുളിച്ചതിന് ശേഷം നമ്മൾ ധ്യാനലിംഗയിൽ പോയിരുന്ന് കുറച്ച് നേരം ധ്യാനിക്കാം. ഒന്നുമില്ല, നമ്മൾ കണ്ണടച്ച് നമ്മുടെ കുറച്ച് നേരം ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ കുറച്ച് നേരം ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഒരു മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് തിരിച്ചു പോകാം. പിന്നെ നമുക്ക് അവിടുന്ന് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾ നിൽക്കും, അവർ നമ്മളെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അതായത് നമുക്കൊരു ഫ്രീ യോഗ ക്ലാസ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമുക്ക് യോഗ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. കുറച്ച് നേരം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റോളം ഫ്രീ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും ആ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലിംഗഭൈരവിയുടെ ഒരു ക്ഷേത്രവും കാണാൻ സാധിക്കും. ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രസാദം, നമുക്ക് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചന്ദനമൊക്കെ കിട്ടത്തില്ല, അതുപോലെ നമുക്ക് കിട്ടിയത് വേപ്പിലയും പാലപ്പൂവുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സൂര്യകുണ്ടിൽ കുളിച്ചതിന് ശേഷം
അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ കാണാം, ഒരു ഇൻഫർമേഷൻ സെൻറ്റർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രുദ്രാക്ഷത്തിൻ്റെ ടോക്കൺ തരാൻ പറഞ്ഞാൽ അവർ ടോക്കൺ തരും. ഒരാൾക്ക് 4 രുദ്രാക്ഷം വരെ നമുക്ക് മേടിക്കാം. അത് മേടിച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു രുദ്രാക്ഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കാണാൻ പറ്റും നമുക്ക്. അവിടെ നമ്മൾ ഈ ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അവർ നമുക്ക് 4 രുദ്രാക്ഷം നമ്മുടെ കയ്യിൽ പ്രാർത്ഥിച്ച് എടുത്ത് തരും. അത് നമുക്ക് കഴുത്തിൽ ധരിക്കാം, വിശ്വാസമുള്ളവർക്ക് ധരിക്കാം, അല്ലെങ്കിൽ കയ്യിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഇത് കഴുത്തിൽ ധരിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ രുദ്രാക്ഷം തന്നെയാണ് കേട്ടോ അവിടെ തരുന്നത്. അതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഇഷായോഗ സെൻറ്ററിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന പ്രസാദങ്ങൾ, നമുക്ക് എള്ളുകൊണ്ടുള്ള ഒരു ലഡു പോലൊരു സാധനം, പായസം കിട്ടും. അതിനൊക്കെ നമുക്ക് ടോക്കൺ എടുത്ത് അവിടുന്ന് തന്നെ മേടിക്കാം. ചെറിയ ഒരു 10 രൂപ 5 രൂപ ടോക്കൺ എടുത്ത് മേടിക്കാം. അതുപോലെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് കയ്യിൽ കിട്ടുന്ന ചരട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാമ്പിൻ്റെ മോതിരം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് മേടിക്കാൻ പറ്റും. കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ വലിയൊരു എന്താ പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അതിനകത്തുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഡ്രസ്സ്, അതുപോലെ ഈ ഇഷായോഗ സെൻറ്റർ, അതായത് നമ്മുടെ ഈ ആദിയോഗിയുടെ ഒരു രൂപം ഉള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ കല്ലുകൊണ്ട് നിർമ്മിച്ചതും അതുപോലെ ലോഹം കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള പല രൂപങ്ങൾ നമുക്ക് അതിനകത്ത് മേടിക്കാം, വലുതും ചെറുതുമായിട്ടുള്ള. നമുക്ക് ക്യാമറയും മൊബൈൽ ഫോണോ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റാഞ്ഞ കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഇഷായോഗ സെൻറ്ററിന് അകത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗും ക്യാമറയും മൊബൈൽ ഫോണും ഒക്കെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നും കിട്ടത്തില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു ക്യാൻറ്റീൻ കണ്ടു. നമുക്ക് അവിടെ കയറി ഫുഡ് കഴിക്കാം. നമുക്ക് അവിടെ വെജിറ്റേറിയൻ, അതായത് ചപ്പാത്തി, കറി കാര്യങ്ങൾ, അതുപോലെ റൈസൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നേരെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. നേരെ വന്നത് നമ്മുടെ ഈ ആദിയോഗിയുടെ ശിവൻ്റെ സ്റ്റാച്യു വീണ്ടും വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഷായോഗ സെൻറ്ററിനകത്തെ കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. അതുപോലെ തന്നെ ഇഷായോഗ സെൻറ്ററിനകത്ത് കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു, കുറേ പേര് ജോലി ചെയ്യുന്ന കാഴ്ച. അപ്പോൾ അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവിടെ വന്ന് സേവ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവരുടെ ഒരു കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൺലൈനിൽ ലഭ്യമാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ അതൊന്ന് നമ്മൾ ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് എപ്പോൾ വേണമെങ്കിലും കുറച്ച് നാൾ നമുക്ക് ഇവിടെ വന്ന് സേവ ചെയ്യണം. അതായത് പ്രത്യേകിച്ച് ശമ്പളമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടത്തേക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നിന്ന് ജോലിയൊക്കെ ചെയ്ത് നമുക്കിവിടെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ വന്ന് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് നിൽക്കാം. 2017 ഫെബ്രുവരി 24 ഒരു മഹാശിവരാത്രി ദിനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ശിവ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്തത്. ആത്മീയ ആചാര്യനായ ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരുവിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ഇഷ ഫൗണ്ടേഷൻ ഉള്ളത്. ഈ ആദിയോഗി സ്റ്റാച്യു കാണാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു രുദ്രാക്ഷമാല. കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും അടുത്ത് വന്ന് കാണുമ്പോൾ കുറേ രുദ്രാക്ഷമാലകൾ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കിയ ഒരു വലിയൊരു മാലയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് കേട്ടോ. 1,08,000 രുദ്രാക്ഷങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മാലയാണ്. 112 അടി ഉയരമുള്ള ആദിയോഗിക്ക് വേണ്ടി 1,08,000 കൊന്തകളുള്ള രുദ്രാക്ഷമാല നിർമ്മിക്കാനായിട്ട് എല്ലാ വർഷവും ഈ യോഗ സെൻറ്ററിലെ അന്തേവാസികളും ഗസ്റ്റുകളും താമസക്കാരും അങ്ങനെ എല്ലാവരോടും ഒത്തുചേരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമുക്ക് ഇവിടെ വന്ന് ഈ ആദിയോഗി കാണുന്നതിനും അതുപോലെ ഇഷായോഗ സെൻറ്ററിനകത്തേക്ക് പോകുന്നതിനും ഒന്നും ഒരു പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ കളക്ട് ചെയ്യുന്നില്ല കേട്ടോ. ഏകദേശം 2 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച ഈ ഒരു പ്രതിമ പൂർണ്ണമായിട്ടും സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അർദ്ധകായ പ്രതിമയ്ക്കുള്ള ഗിന്നസ് റെക്കോർഡ് ലഭിച്ച ഒരു പ്രതിമയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഇഷായോഗ സെൻറ്ററും കണ്ട് അതുപോലെ ഒരിക്കൽ കൂടി നമ്മുടെ ആദിയോഗിയുടെ സ്റ്റാച്യൂവും കണ്ടിട്ട് തിരിച്ച് നേരെ കാളവണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക്. അപ്പോൾ കാളവണ്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് 10 രൂപയാണ് ഈ ഇഷായോഗ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ആദിയോഗി വരേക്കും. അതുപോലെ തന്നെ ആദിയോഗിയുടെ അടുത്തുനിന്ന് നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്കും പോകാനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഏകദേശം പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ദൂരെ നിന്ന് തന്നെ നമ്മൾ കണ്ടായിരുന്നു ഒരു ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സാണ്.
ഇവിടെ നിന്ന് ലാസ്റ്റ് ബസ് കോയമ്പത്തൂരിലേക്ക് 9:15 പറഞ്ഞത് കേട്ടോ. 9:15 ലാസ്റ്റ് ബസ് കോയമ്പത്തൂരിലേക്ക് ഉള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ കോയമ്പത്തൂർ ഇഷായോഗ സെൻറ്റർ കാണാൻ വരുന്നവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതാണ് ഒരു വിശ്വാസം. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, എന്തായാലും റൂം ബുക്കിംഗ് കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരിക. അതായത് നമ്മുടെ ഈ ഇഷായോഗ സെൻറ്ററിനകത്തെ തന്നെ റൂം കൺഫേം ആയിട്ട് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. മാക്സിമം അത് തന്നെ കിട്ടാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഇഷായോഗ സെൻറ്ററിനകത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പുറത്തുള്ള റൂമൊക്കെ തപ്പി നടക്കേണ്ടി വരും, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് തിരിച്ച് ബസ്സിൽ കയറി കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോകാൻ ഇത് നോൺ സ്റ്റോപ്പ് ബസ്സാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 50 രൂപ അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്